ഹലോ, ഞാൻ യശോദയാ. ആ എന്താ ഈ നേരത്ത്? ദേവേട്ടൻ ഹോസ്പിറ്റലിലാ. അയ്യോ, എന്തു പറ്റിയേ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഫിദ മാഡത്തിന് അറിയാലോ. ദേവേട്ടൻ തളർന്നു വീണു. അല്പ സീരിയസ്. ദൈവമേ, എന്നിട്ട് എന്താ ഈ വിവരം എന്നെ നേരത്തെ അറിയിക്കാതിരുന്നേ? ചികിത്സയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേനല്ലോ. ഏത് ഹോസ്പിറ്റലിലാ? PK's ഹോസ്പിറ്റലിലാ. ദേവേട്ടന് രാധിക മോളെ കാണണമെന്നാ പറയുന്നേ. രാധിക മോള് വന്ന ദേവേട്ടന്റെ ടെൻഷന് ആശ്വാസം ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. അവളോട് ഒന്ന് പറയാൻ പറ്റുമോ മാഡത്തിന്? ആ, ഞാൻ പറഞ്ഞോളാം. ഞാൻ നാളെ തന്നെ രാധിക മോളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരികയും ചെയ്യാം. എങ്കിൽ നന്നായി. അവളോട് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. അതിന് രാധിക ഇപ്പോൾ എൻ്റെ അടുത്തില്ല. എങ്ങോട്ട് പോയി? എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്താ. മനസ്സൊന്ന് സമാധാനപ്പെടട്ടെ എന്ന് കരുതി അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അവിടെ കുട്ടികളൊക്കെ ഉണ്ടേ. മോളെ നാളെ കൊണ്ടുവന്നാൽ മതിയല്ലോ. മതി. അവള് വരുമെന്ന ഒരു വാക്ക് കേട്ടാൽ തന്നെ ദേവേട്ടൻ അത് വലിയ ആശ്വാസമായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിക്കാം. മാനേജ്മെന്റും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളതാ. വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. പിന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അത് അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തോളാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. മോളെ കൊണ്ടുവന്നാൽ മാത്രം മതി. രാധികയുടെ കുടുംബം എന്ന് പറയുന്നത് എനിക്ക് എന്റെ കുടുംബം പോലെ തന്നെയാ. മാത്രമല്ല, ദേവനാരായണൻ തിരുമേനിയെ എനിക്ക് ഒരുപാട് ആരാധന തോന്നിയ മനുഷ്യനാ. അദ്ദേഹത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സേവനം തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. നന്ദിയുണ്ട് മാഡം. എന്നും ഭഗവാനെ പൂജിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിന്റെ ഭഗവാൻ അദ്ദേഹത്തെ കാത്തു രക്ഷിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. പുതിയ ചികിത്സാ രീതികളും പിന്നെ നാളെ മോള് വരുന്നതോടെ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനും ആവും. നിങ്ങള് ധൈര്യമായിട്ടിരുന്നോളൂ. ശരി. എങ്കിൽ ആയിക്കോട്ടെ, നാളെ കാണാം. ശരി.